പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇസ്രായേൽ ഫലസ്തീൻ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമ്പോൾ ആർക്കാണ് യുദ്ധം കൊണ്ട് നേട്ടമുണ്ടായത്, ആരാണ് വിജയിച്ചത്, ആരാണ് പരാജയപ്പെട്ടത് എന്ന രീതിയിൽ അന്താരാഷ്ട്ര തലങ്ങളിൽ ചർച്ചകൾ വരികയാണ്. ഒരുപക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ച്, ഇസ്രായേലിൻ്റെ ഫാൻസുകാരെ സംബന്ധിച്ച് ഒട്ടും ആശ്വാസകരമായ വാർത്തകളല്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളും പ്രത്യേകിച്ച് ഇസ്രായേലി പത്രങ്ങൾ പോലും പ്രസിദ്ധീകരിക്കുന്നത് എന്ന രീതിയിലാണ് സംഗതികൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും ടൈംസ് ഓഫ് ഇസ്രായേലിൽ ഡേവിസ് കെ റൈസിൻ്റേതായിട്ട് വന്ന ലേഖനത്തിൽ ഇസ്രായേൽ ആദ്യമായി ഒരു യുദ്ധം പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. നീണ്ട അറബ് ഇസ്രായേൽ യുദ്ധത്തിലൊക്കെ ഇസ്രായേൽ ഏകപക്ഷീയമായി വിജയിക്കുകയായിരുന്നു. പക്ഷേ ആദ്യമായി ഇസ്രായേൽ ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്ന വിശകലനമാണ് ഡേവിസ് കെ റൈസ് ഇസ്രായേലിലെ പ്രമുഖ പത്രമായ ടൈംസ് ഓഫ് ഇസ്രായേലിൽ രേഖപ്പെടുത്തുന്നതെന്ന് ചില അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. 2006 ഹിസ്ബുള്ള ഇസ്രായേൽ യുദ്ധത്തിൽ ഇസ്രായേൽ ഹിസ്ബുള്ള ഏകദേശം സമം എന്ന രീതിയിലാണ് ആ യുദ്ധം പര്യവസാനിച്ചതെന്ന് ഡേവിസ് കെ റൈസ് പറയുമ്പോൾ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത് ഹിസ്ബുള്ള മേൽക്കൈ നേടിയ യുദ്ധം ആയിരുന്നു എന്ന് പറയുന്നു. കാരണം തന്ത്രപരമായ പിന്മാറ്റമായിരുന്നു ലെബനിൽ നിന്ന് അന്ന് ഇസ്രായേൽ നടത്തിയത് എന്ന് പറയുന്നുവെങ്കിലും ആ യുദ്ധത്തിൽ ഭാഗികമായിട്ടെങ്കിലും ഹിസ്ബുള്ളയുടെ വിജയമായിട്ടാണ് ലോകമാധ്യമങ്ങളൊക്കെ അന്ന് വീക്ഷിച്ചതെങ്കിൽ ഈ ലേഖനത്തിൽ ഡേവിസ് കെ റൈസ് പറയുന്നത് അത് ഏകദേശം സമം ഈക്വലായി അവസാനിച്ച യുദ്ധമായിരുന്നു. പക്ഷേ ഇപ്പോൾ 2023 ഒക്ടോബർ 7 ശേഷം ഫലസ്തീനും ഇസ്രായേലും തമ്മിൽ നടന്ന, അഥവാ ഹമാസും ഇസ്രായേലും നടന്ന യുദ്ധത്തിൽ ഇസ്രായേലിന് പരാജയം സംഭവിച്ചു എന്ന രീതിയിലുള്ള വിശകലനമാണ് അദ്ദേഹം നടത്തുന്നത്. അതിന് കുറച്ചധികം പോയിന്റുകൾ അദ്ദേഹം നടത്തുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം പറയുന്നത് ഹിസ്ബുള്ള പോരാളികൾ കൊല ചെയ്യപ്പെട്ടിട്ടും 10,000-കണക്കിന് ഹിസ്ബുള്ള പോരാളികൾ അവരുടെ പട്ടാളത്തിലേക്ക് പുതിയതായി വന്നു ചേരുന്ന ജോയിൻ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇസ്രായേലി പട്ടാളത്തിൽ ഉണ്ടായില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ചില ആളുകളൊക്കെ യുദ്ധരംഗത്ത് നിന്ന് ഒളിച്ചോടി, മറ്റു ചിലരൊക്കെ പരുക്കേറ്റതിന് ശേഷം, അവധിയായതിനു ശേഷമൊക്കെ ഇസ്രായേലി പട്ടാളത്തിൽ തിരിച്ച് ജോയിൻ ചെയ്യാൻ മടിച്ചു. അങ്ങനെയുള്ള കുറേ കാരണങ്ങൾ അദ്ദേഹം ഇതിൽ ഉദാഹരിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഗസയിൽ നിന്നും ഹമാസിനെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞില്ല. മാത്രമല്ല ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നത് ഗസയുടെ ഭരണം ഹമാസിൽ നിന്ന് മാറ്റി ഏതെങ്കിലും അറബ് രാജ്യത്തിൻ്റെ നേതൃത്വത്തിൽ ആ ഭരണം ഏൽപ്പിക്കുമെന്നാണ്. പക്ഷേ സ്ഥിതിഗതികളൊക്കെ സൂചിപ്പിക്കുന്നത് ഗസയിൽ ഹമാസ് തന്നെ തുടരുമെന്നാണ്. നമ്മുടെ നാട്ടിലെ ചില സംഘീയ മാധ്യമങ്ങളൊക്കെ പറയുന്നു ഗസയിൽ നിന്ന് ആളുകളെയൊക്കെ മാറ്റും, ഒഴിപ്പിക്കും, ഇന്തോനേഷ്യയിൽ കൊണ്ടുപോയി അവിടെ പാർപ്പിക്കും, ഗസയിലെ ആളുകളെയൊക്കെ ഇന്തോനേഷ്യയിൽ കൊണ്ടുപോയി പാർപ്പിക്കും എന്നാണ് പറയുന്നത്. എന്നിട്ട് അത് ഇസ്രായേൽ ഏറ്റെടുക്കും എന്നൊക്കെയുള്ള വിടുവായത്തരങ്ങൾ, അതൊന്നും കരാറില്ലാത്ത കാര്യമാണ്. നമ്മുടെ നാട്ടിലെ ചില സംഘി ചാനലുകളുടെ സ്വപ്നം മാത്രമാണ്. ഗസ എന്ന് പറയുന്നത് ഫലസ്തീനികളുടെ മാതൃഭൂമിയാണ്. അത് വിട്ടുകൊടുത്തുകൊണ്ട് യാതൊരു ഒത്തുതീർപ്പിനും ഗസയിലെ ജനങ്ങൾ തയ്യാറാകില്ല. ഇതൊക്കെ ഇവിടെ ഇരുന്ന് വെറുതെ ഗീർവാണമടിക്കുന്ന സംഘികളുടെയും ക്രിസ്സംഘികളുടെയും സ്വപ്നങ്ങൾ മാത്രമാണ്. എൻ്റെ ഇന്നലത്തെ വീഡിയോയ്ക്ക് പിറകിലും ഇങ്ങനെയുള്ള കമൻറ്റുകൾ കേട്ടു. പക്ഷെ ഞാനത് സെർച്ച് ചെയ്തു ഗൂഗിളിലുമൊക്കെ, അങ്ങനെ ഒരു ഒത്തുതീർപ്പ് കരാറേ ഇല്ല. ഗസയിൽ ഹമാസ് തുടരും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതും ഇസ്രായേലിൻ്റെ പരാജയമായ ഡേവിസ് കെ റൈസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ ലോകത്തിൻ്റെ ശബ്ദം ഇസ്രായേലിനെതിരായി മാറ്റിരിക്കുന്നതിൽ ഈ യുദ്ധം ഹമാസിനെ സഹായിച്ചു എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നത് പോലെ തന്നെ ലോകത്തെ ആദ്യമായിട്ട് കുറച്ചധികം രാജ്യങ്ങൾ ഇസ്രായേലിനെ ശക്തമായി എതിർക്കുന്ന ഒരു ശബ്ദം നമ്മൾ കേട്ടു. പ്രത്യേകിച്ചും ലോക നേതാക്കന്മാർ തന്നെ, ഫ്രാൻസിസ് മാർപ്പാപ്പ, അതുപോലെ ഫ്രാൻസിൻ്റെ അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ തലവന്മാർ ഈ സമയത്ത് ഇസ്രായേലിനെതിരെ ശക്തമായ നടപടികളുമായി അല്ലെങ്കിൽ ശബ്ദവുമായി മുന്നോട്ട് വന്നു. ഇത് ഡേവിസ് കെ റൈസ് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇതും ഒരു പരാജയത്തിൻ്റെ ലക്ഷണം ആയി തന്നെ കണക്കാക്കണമെന്നാണ്. പിന്നെ മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് ഇസ്രായേലിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ ഏകദേശം 20% വരെ തകർന്നു യുദ്ധത്തോടു കൂടി എന്നാണ്. ഇസ്രായേൽ വലിയ സാമ്പത്തിക അസന്തുലിതാവസ്ഥയിലേക്ക് കടന്നുപോയി എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഈ യുദ്ധത്തോടു കൂടി. മറ്റൊന്ന് പറയുന്നത് അമേരിക്കയുമായിട്ടുള്ള ബന്ധം വഷളാകുന്നു എന്ന രീതിയിൽ. കാരണം അമേരിക്കയും അറബ് രാജ്യങ്ങളുമായി കൂടുതൽ സൗഹൃദപരമായ മാർഗങ്ങൾ സ്വീകരിക്കുമ്പോൾ പഴയതുപോലെ ഇസ്രായേലിന് അമേരിക്കയുടെ മേൽ സ്വാധീന ശക്തി ചെലുത്തുവാൻ കഴിയുന്നില്ല എന്ന രീതിയിലുള്ള ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിലുണ്ട്. മറ്റൊന്ന്, ഇസ്രായേലിന് ബദലായി ഇറാൻ്റെ ഒരു സൈനിക മേധാവിത്വം മധ്യേഷ്യയിൽ സംഭവിക്കുന്നു എന്ന രീതിയിലുമൊക്കെ റിപ്പോർട്ടുകൾ വരുന്നു. അതും
ഇസ്രായേൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിൻ്റെ തെളിവായിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റേത് മാറ്റി നിർത്തിയാൽ, അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം മാറ്റി നിർത്തിയാൽ മറ്റനേകം നിരീക്ഷണങ്ങൾ ഇസ്രായേൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്ന രീതിയിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഇസ്രായേലിൽ ഇപ്പോൾ നടക്കുന്ന തീവ്ര സയനിസ്റ്റ് വലതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രതിഷേധ മാർച്ചുകളും മറ്റും, പ്രത്യേകിച്ചും ബെൻഗീർ എന്ന് പറയുന്ന ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ദേശീയ സുരക്ഷാ മന്ത്രി തന്നെ പറയുന്നു ഇസ്രായേൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടു, താൻ അതുകൊണ്ട് രാജിവെക്കുകയാണ്. അദ്ദേഹം രാജിവെച്ച് കഴിഞ്ഞു. ഓൾറെഡി അദ്ദേഹം ഇസ്രായേൽ പരാജയപ്പെട്ടു, ഈ വെടിനിർത്തലോടുകൂടി ഇസ്രായേൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്ന് സമ്മതിച്ചുകൊണ്ട്, ഹമാസിന് കീഴടങ്ങിയായിരുന്നു എന്ന് സമ്മതിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ പദവി ഉപേക്ഷിച്ച് കഴിഞ്ഞു. അങ്ങനെ ഫലസ്തീൻ ഈ സമര പോരാട്ടത്തിൽ വിജയിച്ചു എന്ന രീതിയിൽ തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങളുടെയൊക്കെ റിപ്പോർട്ടുകൾ വരുന്നത്. കാരണം പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന സഹന സമരത്തിൻ്റെ പ്രതിഫലം അവർ ഇസ്രായേലിൽ നിന്ന് പിടിച്ചു വാങ്ങി എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ഹമാസിന് അനുകൂലമായി വരുന്നത്, ഫലസ്തീൻ മോചിപ്പിച്ച ബന്ദികൾ പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ടാണ് തിരിച്ചു വന്നതെന്നാണ്. നേരത്തെയൊക്കെ കൊടുത്തിരുന്ന റിപ്പോർട്ടുകൾ ചില പാശ്ചാത്യ മാധ്യമങ്ങളും കേരളത്തിലെ തന്നെ ചില ഓൺലൈൻ മാധ്യമങ്ങളും കൊടുത്തിരുന്നത് ക്രൂരമായ ബലാത്സംഗങ്ങൾക്കിരയാകുന്നു, പീഡനങ്ങൾക്കിരയാകുന്നു ബന്ദികൾ, പ്രത്യേകിച്ചും ഹമാസ് പോരാളികൾ ഇസ്രായേലിൽ കടന്നുകയറിയ സമയത്ത് ചെയ്ത ക്രൂരതകൾ. പക്ഷേ അതിനെയൊക്കെ ഒരു ചോദ്യം, അതൊക്കെ ശരിയായിരുന്നു എന്നൊരു ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ഫലസ്തീനിൽ നിന്ന് ഇന്നലെ മോചിപ്പിക്കപ്പെട്ട 3 ഇസ്രായേലി പെൺകുട്ടികൾ പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയാണ് പുറത്തു വന്നത്. പ്രത്യേകിച്ചും അവരുടെ ബന്ധുക്കൾ പറയുന്നത്, ഇസ്രായേൽ ഇവർ പുറത്തു വരുമ്പോൾ, ഈ 3 ബന്ദികൾ പുറത്തു വരുമ്പോൾ അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികളൊക്കെ നിരീക്ഷിക്കുന്നതിനും പരീക്ഷിക്കുന്നതിനുമായിട്ട് ഒരുപാട് ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ സജ്ജീകരിച്ചിരുന്നു. പക്ഷേ അതിൻ്റെയൊന്നും ആവശ്യമില്ലായിരുന്നു. നേരത്തെ പോയി അതേ ആരോഗ്യത്തോടു കൂടി തന്നെയാണ് അവർ തിരിച്ചു വന്നത്. അവരുടെ അംഗചലനങ്ങളിൽ നിന്നും അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്നൊക്കെ നമ്മളും മാധ്യമങ്ങൾ, അതുപോലെ ലോകമാധ്യമങ്ങളൊക്കെ വീഡിയോയായി കണ്ടുകൊണ്ടിരുന്ന നമുക്കും അത് വ്യക്തമാണ്. അവർ പൂർണ്ണ ആരോഗ്യകരമായിട്ടാണ് പുറത്തു വന്നത് എന്നൊരു പ്രത്യേകത കൂടി. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.